വാർത്തകളുമായി ബന്ധപ്പെട്ടൊക്കെ കാര്യങ്ങളിലേക്ക് പോവാം. ജിൽസി, പ്രധാനമായും വടക്കൻ മലബാറിൽ നിന്നുള്ള വാർത്തകൾ എന്ന് പറയുന്നത് റിയാസ് മൗലവിയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് ഇന്ന് വിധി ഉണ്ടാകുമോ എന്ന കാര്യമാണ് അറിയാനുള്ളത്. മറ്റൊരു കാര്യം, ഈ നോമ്പുകാലമായതുകൊണ്ട് തന്നെ ഈ ഷെഡ്യൂൾ ചെയ്ത പരിപാടികളൊക്കെ തന്നെ കുറവാണ്. അതുകൊണ്ട് ഈ നോമ്പ് തുറക്ക് ശേഷമാണ് പലയിടങ്ങളിലും പരിപാടികളും മറ്റും നടക്കുന്നത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികളുടെ കൺവെൻഷനുകളും മറ്റുമൊന്നും തന്നെ ഷെഡ്യൂൾ ചെയ്തിട്ടില്ല. അതിനു പകരം വീട് കയറിക്കൊണ്ടും അല്ലെങ്കിൽ പ്രമുഖ വ്യക്തികളെ കണ്ട് വോട്ടഭ്യർത്ഥിക്കുന്നതുമായുള്ള പരിപാടികളാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇരു മുന്നണികളും സ്വീകരിച്ചിട്ടുള്ളത്. കൂടാതെ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ വിജ്ഞാപനത്തിന് പിന്നാലെ ഉണ്ടായ പ്രതിഷേധങ്ങളുടെ തുടർച്ച ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട്. ഇന്നലെയും ഈ രീതിയിലുള്ള ഈ പ്രാദേശികമായി സംഘടിപ്പിക്കുന്ന ചില പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിന് തുടർച്ചയായി ഇന്നും ചില പ്രാദേശിക കേന്ദ്രങ്ങളിൽ ഈ പൗരത്വ ഭേദഗതി വിജ്ഞാപനവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഷെഡ്യൂൾ ചെയ്ത പരിപാടികളൊന്നും തന്നെ നിലവിലില്ല. ഏതായാലും ഈ നോമ്പുകാലമായതുകൊണ്ട് തന്നെ ഇഫ്താർ മീറ്റുകളുടെ ഒരു കാലഘട്ടം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഇഫ്താർ മീറ്റും അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രസ് മീറ്റുകളുമാണ് പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറയുന്നത്. SDPIയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ SDPI സംസ്ഥാന ജനറൽ സെക്രട്ടറി പി അബ്ദുൽ മജീദ് ഫൈസി ഇന്ന് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. 5:30 MSS ഹാളിലാണ് മാധ്യമങ്ങളെ കാണുന്നത്. മറ്റൊരു കാര്യം, നേരത്തെ ജിൽസി സൂചിപ്പിച്ചതുപോലെ പേരാമ്പ്ര അനുവിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അനുവിൻ്റെ കൊലപാതകം നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഒരു വെള്ളം കുറഞ്ഞ തോട്ടിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തുന്നത്. അതടക്കമുള്ള കാര്യങ്ങളാണ് പോലീസിന്റെ കൊലപാതകം എന്ന സംശയത്തിലേക്ക് എത്തിച്ചത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കൊണ്ടോട്ടി സ്വദേശി മുജീബ് റഹ്മാൻ എന്നയാളാണ് ഇതിന് പ്രതിയെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പ്രതിയെ പിടികൂടുകയും ചെയ്തിരുന്നു. ഇന്ന് പ്രതിയെ സ്ഥലത്തെത്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ കൊല്ലപ്പെട്ട അനുവിൻ്റെ മൃതദേഹം ലഭിച്ച കനാലിൽ എത്തിച്ചുകൊണ്ടും ഈ സ്വർണം അല്ലെങ്കിൽ ഈ മോഷണ ശ്രമത്തിന് പിന്നാലെയാണ് കൊലപാതകം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ സ്വർണം വിൽക്കാൻ ശ്രമിച്ച സ്വർണ്ണക്കടയിൽ എത്തിച്ചുകൊണ്ടുമുള്ള ഒരു തെളിവെടുപ്പ് കൂടി ഉണ്ടാവും. ശരി സലാം, എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകളുമായി നമുക്ക് വീണ്ടും കാണാം. മറ്റൊരു